വെളിച്ചെണ്ണനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളെ ഈ ഒരു വില കൂടിയ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ വളരെ മോശമാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു സത്യം എനിക്ക് മനസ്സിലായി. ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ കൂടിയും അതാണ് എന്നെ കൂടുതൽ ഞെട്ടിപ്പിച്ചത്. അതായത് നമ്മളൊക്കെ എപ്പോഴും കഴിക്കുന്ന അല്ലെങ്കിൽ ദിവസം മലയാളി എന്നതിൽ രീതിയിൽ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഈ സാധനത്തിൽ ഇത്രയധികം വൃത്തികേടുകൾ അല്ലെങ്കിൽ ഭീകരമായ അളവിൽ ഇത്രയും മായമുണ്ട് എന്ന് പറയപ്പെടുന്നത് വളരെയധികം സങ്കടകരമാണ്. കാരണം നമ്മുടെ കുട്ടികളും ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അത് അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ വലിയ രോഗികളാക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. കുറച്ചൊക്കെ മായം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം, പക്ഷെ ഇത് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു തരം ആഡിങ് ആണ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യും. കാരണം അതിൻ്റെ ചില ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ തീർച്ചയായും അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. ഏത് ബ്രാൻഡാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നന്നായിട്ടുണ്ടായിക്കോളൂ, ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷെ മോശമായ രീതിയിൽ ചുമ്മാ പണത്തിന് വേണ്ടി മാത്രം ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ വൃത്തികെട്ടൊരു സംഭവം തന്നെയാണ്. എനിക്ക് ആ ഒരു ടീമിനെ നശിപ്പിക്കണം എന്നൊന്നും ഒരാഗ്രഹവും ഇല്ല. നിങ്ങളിത് കണ്ടിട്ട് മര്യാദ ചെയ്തോളൂ. ഞാൻ നിങ്ങളെ വെളിച്ചെണ്ണ വാങ്ങും, ആൾക്കാർ നിങ്ങളെ വിളിച്ചു വാങ്ങും. ബട്ട് ദിസ് ഐ വിൽ സേ